അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹാബത്തിഹി വമൻ വാലാഹ് സുമ്മ അമ്മാ ബഅദ്. ബുലൂഗുൽ മറാം അൻ അദില്ലത്തിൽ അഹ്കാം, അതല്ല നമ്മളെ കിതാബിൻ്റെ പേര്, മിൻ അദില്ലത്തിൽ അഹ്കാം. ബുലൂഗുൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം. അതിൻ്റെ തുടക്ക ഭാഗങ്ങൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളാണ്. ഇനി നമ്മൾ ഇതിൽ 70-ാമത്തെ ഹദീസ് മുതലാണ്, 71-ാമത്തെ ഹദീസ് മുതലാണ് ഇതിൽ ഇനി നമ്മൾ പഠിക്കുന്നത്. ബുലൂഗുൽ മറാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് തുടക്കക്കാർക്ക് അടിസ്ഥാനപരമായി പഠിച്ചു പോകാനുള്ള ഒരു കിതാബാണ്. പക്ഷേ ഇതിന് കുറേ ഷറഹുകളുണ്ട്, സവിസ്തരം പ്രതിപാദിച്ച ഷറഹുകളുണ്ട്, വളരെ സംക്ഷിപ്തമായിട്ട് പ്രതിപാദിച്ച ഷറഹുകളുണ്ട്. ആ ഷറഹ എഴുതിയവരൊക്കെ ഇതിൽ നിന്ന് കർമ്മശാസ്ത്ര വിധികൾ, അതേപോലെ തന്നെ കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രം, ഉസൂലുൽ ഫിഖ്, അതേപോലെ തന്നെ മുസ്തലഹുൽ ഹദീസ്, അതേപോലെ തന്നെ ചരിത്രം, ഇങ്ങനെ പല വിഷയങ്ങളിലൂടെയാണ് ഇതിൻ്റെ ഷറഹുകൾ പോയിട്ടുള്ളത്. ഈ ബുലൂഗുൽ മറാം എഴുതാനുള്ള കാരണം മനസ്സിലായിന? എന്തുകൊണ്ടാണ് ബുലൂഗുൽ മറാം ഇബ്നു ഹജർ രചിച്ചത്? മകനെ പണ്ഡിതനാക്കാൻ വേണ്ടിയിട്ടാണ്. ഇബ്നു ഹജറിന് ബദറുദ്ദീൻ അബുൽ മആലി മുഹമ്മദ് എന്നൊരു മകനുണ്ടായിരുന്നു. ബദറുദ്ദീൻ അബുൽ മആലി മുഹമ്മദ്, ആ മകനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഗ്രന്ഥം അദ്ദേഹം എഴുതിയത്. ആ മകനുണ്ടായതുമായി ബന്ധപ്പെട്ട് ചരിത്രം ഉണ്ടല്ലേ, പണ്ട് കേട്ടിട്ടുണ്ടാ? അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇമാം അബുൽ ഹജ്ജാജുൽ മിസ്സിയുടെ മകളായിരുന്നു. അബുൽ ഹജ്ജാജുൽ മിസ്സി എന്നാണ് അറിയപ്പെട്ട ഹദീസ് ചരിത്ര പണ്ഡിതനാണ്. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ടായിനി. ഒന്നിനെ ഇമാം ഐനി കെട്ടി. ഇമാം ഐനി പറഞ്ഞാൽ ബുഖാരിക്ക് ഷറഹ എഴുതിയ പണ്ഡിതനാണ് ഇമാമുൽ ഐനി, ഹനഫി പണ്ഡിതനാണ്. 2ാമത്തെ മകളെ കെട്ടിയത് ഇബ്നു ഹജറാണ്. അപ്പോൾ വലിയ പ്രഗത്ഭ കുടുംബത്തിൽ നിന്നാണ് ഈ 2 പെൺകുട്ടികൾ. അതിലൊന്നിനെ ഐനി കെട്ടി, മറ്റൊന്നിനെ ഇബ്നു ഹജറും കെട്ടി. അതിൽ ഈ ഇബ്നു ഹജർ കെട്ടിയ മിസ്സിൻ്റെ മകൾക്ക് പെൺമക്കളെ കുട്ടികളുണ്ടായതുള്ളൂ, ആൺകുട്ടി ഉണ്ടായില്ല. അങ്ങനെയാണ് ഇബ്നു ഹജറിന് അതിൽ ആൺകുട്ടികളുണ്ടായില്ല, വയസ്സുമായി. അപ്പോൾ ഇബ്നു ഹജർ എന്ത് ചെയ്ത്, ഈ വീട്ടിലൊരു വേലക്കാരി ഉണ്ടായിരുന്നു, നല്ല ഒരു വേലക്കാരിയായിരുന്നു, സമർത്ഥയായൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ ഇബ്നു ഹജറിന് അതിനെ കല്യാണം കഴിക്കാനാണ്. പക്ഷേ ഭാര്യ സമ്മതിക്കൂല, ആദ്യ ഭാര്യ, കാരണം അബുൽ ഹജ്ജാജുൽ മിസ്സിൻ്റെ മകളാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇബ്നു ഹജർ ഒരു ഐഡിയ പ്രയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഹംബലി പണ്ഡിതനായ ഷംസുദ്ദീൻ ദിയാ ഉൽ ഹംബലിയെ സമീപിച്ചിട്ട് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ കൊണ്ട് ഈ അടിമപ്പെണ്ണിനെ വാങ്ങിക്കാണ്. അത് ഇബ്നു ഹജർ ഇവൾക്കെന്തോ ഒരു കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, നമുക്കിതിൽ വിൽക്കാമെന്ന് ഭാര്യനോടൊത്ത്. അങ്ങനെ ഭാര്യനോടൊത്തതിന് ശേഷം ഈ ഷംസുദ്ദീനിൽ ഹംബലി അദ്ദേഹത്തോട് ഈ അടിമനെ വാങ്ങാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വാങ്ങി വേറൊരു അടുത്ത് കൊണ്ടിട്ട് ഇതിനെ പാർപ്പിച്ച് അവിടെ പോയിട്ട് ഇബ്നു ഹജർ ഇതിനെ കല്യാണം കഴിച്ച്. അങ്ങനെ കല്യാണം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ്, അതിലാണ് ആൺകുട്ടി ഉണ്ടാണ്, ബദറുദ്ദീൻ അബുൽ മആലി മുഹമ്മദ്, ഇബ്നു ഹജറിൻ്റെ മകനാണ്. പക്ഷേ ഇബ്നു ഹജറിന് ഈ കുട്ടി ഉണ്ടായവരെ ഇബ്നു ഹജർ മൂടി വെച്ച്, ഭാര്യ അറിയില്ല, ആദ്യത്തെ ഭാര്യയ്ക്ക് അറിയില്ല. അങ്ങനെയാണ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് 7ാമത്തെ ദിവസം ഇബ്നു ഹജർ എന്ത് ചെയ്തു, തൻ്റെ വീട്ടിൽ ശിഷ്യന്മാരൊക്കെ വിളിച്ച് വരുത്തിയിട്ട് അവർക്ക് പാർട്ടി കൊടുത്ത ആദ്യത്തെ ഭാര്യൻ്റെ അടുത്താണ്. ആദ്യത്തെ ഭാര്യയ്ക്ക് അറിയില്ല ഇതിനാണ് പാർട്ടി എന്നുള്ളത്. പിന്നെ ഭാര്യ അറിഞ്ഞ്. അങ്ങനെ ഭാര്യയും ഇബ്നു ഹജറിൻ്റെ ഭാര്യയും ഉമ്മയും, അഥവാ അബുൽ ഹജ്ജാജുൽ മിസ്സിൻ്റെ ഭാര്യയും കൂടിയിട്ട് പോയി ഇവളെ കൊണ്ടുവന്ന്, ഈ അടിമപ്പെണ്ണിനെയും കുട്ടീനെയും കൊണ്ടുവന്ന് വീട്ടിൽ ഒളിപ്പിച്ച് വെച്ച്. എന്നിട്ട് ഇബ്നു ഹജർ വന്നപ്പോൾ ചോദിച്ച്, നിങ്ങൾ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടോ, എന്താണ് കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു ഹജർ കളവ് പറഞ്ഞില്ല, പക്ഷേ എന്നാലും കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടെന്നുള്ള വിവരവും പറഞ്ഞില്ല. പക്ഷേ ഒരു പ്രയോഗം നടത്തി, ആ പ്രയോഗത്തിന് തോന്നുന്ന കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പെണ്ണിനെയും കുട്ടീനെയും പുറത്തു കൊണ്ടുവന്നു.
അങ്ങനെ അത് വലിയൊരു ഇഷ്യൂ ആയി. പക്ഷേ ഇബ്നു ഹജർ വേഗം കുട്ടീനെ അവിടുന്ന് രക്ഷപ്പെടുത്തി. കുട്ടീനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ചില സ്ത്രീകളെ നോക്കാൻ ഏൽപ്പിച്ച്, പിന്നെ ഈ അടിമപ്പെണ്ണിനെ ഇബ്നു ഹജറിൻ്റെ ഭാര്യനെ പിന്നീടാണ് കുട്ടീൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇബ്നു ഹജർ റഹിമഹുള്ള വളരെയധികം താല്പര്യത്തായിരുന്നു ഈ കുട്ടീൻ്റെ വിഷയത്തിൽ. അദ്ദേഹത്തെ ഒരു പണ്ഡിതനാക്കി വളർത്തുന്നതിൽ അദ്ദേഹം കുറേ അധ്വാനിച്ചിട്ടുണ്ട്. ഈ ബദറുദ്ദീൻ അബുൽ മആലി എന്ന പിന്നെ മകനെ അദ്ദേഹം ഖാദിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഹജർ ഉദ്ദേശിച്ചത് തന്നെ പോലെ ഗ്രന്ഥങ്ങൾ രചിച്ചും വലിയൊരു പണ്ഡിതനാണെന്നുള്ളതാണ്. പക്ഷെ അതിന് സാധിച്ചില്ല. ഇമാം സഖാവിയാണ് ഈ സംഭവം രേഖപ്പെടുത്തുന്നത്. ഇബ്നു ഹജറിൻ്റെ ഈ ചരിത്രം ഹാഫിള് സഖാവിയാണ് ഇത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് പറയുന്നുണ്ട്, അതായത് ഏതൊരു പണ്ഡിതനായാലും അയാൾക്ക് പിന്നെ തൻ്റെ അനന്തര സ്വത്തായിട്ട് പിന്നെ ഗ്രന്ഥങ്ങളും അതേപോലെ പിന്നെ മക്കളും ഒന്നിച്ചുണ്ടാകുക എന്നുള്ളത് ഉണ്ടാവില്ല. ഇബ്നു ഹജർ അതായിരുന്നു പൂതി. കുറേ മക്കൾ, ഒരു സന്താനം ഇതേപോലെ വിജ്ഞാനം നിലനിർത്തുന്ന രീതിയിൽ ഉണ്ടാകണം. തൻ്റെ വിജ്ഞാനങ്ങൾ ഇങ്ങനെ ഗ്രന്ഥങ്ങളായിട്ടും നിലനിൽക്കണം. പക്ഷേ രണ്ടും ഒന്നിച്ച് കിട്ടിയില്ല, ഗ്രന്ഥങ്ങളെ കിട്ടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ മകൻ്റെ പഠനത്തെ മുഖ്യമായി കണ്ടാണ് ഇബ്നു ഹജർ എന്ത് ചെയ്യുന്നത്, ഈ ബുലൂഗുൽ മറാം രചിക്കുന്നത്. ഇതിലിപ്പോൾ 71ാമത്തെ ഹദീസാണ് നമുക്ക്. ഞാൻ ഈ ഹദീസ് പിന്നെ നമ്മൾ സാധാരണ ക്ലാസ് പോലെ കൂടുതലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും അതിൽ അനിവാര്യമായ മസാലകൾ മനസ്സിലാക്കാൻ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അതൊന്ന് വായിച്ച് ഇൻഷാ അല്ലാഹ് പിന്നെ അതിൻ്റെ അറബിയുള്ള വായന കൃത്യാക്കാം. അതിൽ 71ാമത്തെ ഹദീസ്, വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല النبي صلى الله عليه وسلم من غسل ميتا فليغتسل ومن حمله فليتوضأ أخرجه أحمد والنسائي والترمذي وحسنه وقال أحمد لا يصح في هذا الباب شيء. هذا الحديث طيب. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഹദീസാണ്. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയുടെ ചരിത്രങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടാവും, കാരണം റാവി മുൻകടന്നിട്ടുണ്ട്. അബൂ ഹുറൈറ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പേര്. വേറെയും പേരുകൾ അദ്ദേഹത്തിന് പിന്നെ പറയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ബനു ദൗസ് ഗോത്രക്കാരനാണ്, ദൗസിയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി. വഅൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? മൻ ഗസ്സല മയ്യിതൻ ഫല്യഗ്തസിൽ. എന്താ മൻ? ആരെങ്കിലും ഗസ്സല മയ്യിതൻ, ഒരു മയ്യിത്തിനെ കുളിപ്പിച്ചാൽ, ഗസ്സല കുളിപ്പിച്ചു, മൻ ഗസ്സല മയ്യിതൻ, ഒരാൾ ഒരു മയ്യിത്തിനെ കുളിപ്പിച്ചാൽ, ഫല്യഗ്തസിൽ. എന്താ ഫല്യഗ്തസിൽ? അവൻ കുളിക്കട്ടെ. ഫൽ യഗ്തസിൽ, കുളിപ്പിച്ചാൽ. ഫ ജവാബിൻ്റെ ലിയഗ്തസിൽ, ലാമുൽ അംറാണ്. യഗ്തസിൽ, അവൻ കുളിക്കട്ടെ. അപ്പം മയ്യത്തിനെ കുളിപ്പിച്ചവൻ കുളിക്കട്ടെ. വമൻ ഹമലഹു, വമൻ വല്ലവനും, ഹമലഹു അതിനെ വഹിച്ചാൽ, മയ്യത്തിനെ വഹിച്ചാൽ, മൃതദേഹം വഹിച്ചാൽ, ഹമലഹു മൃതദേഹം വഹിച്ചാൽ, ഫലിയതവദ്ദ, ഫ അലിയതവദ്ദ, യതവദ്ദ അവൻ ഉദു ചെയ്യട്ടെ. ലിയതവദ്ദ ലാമുൽ അംറാണ്, ഉദു ചെയ്യട്ടെ. കണ്ടോ, ഈ യതവദ്ദഉ എന്നുള്ളതും യഗ്തസിലു എന്നുള്ളതും ഉണ്ടല്ലോ, അതിന് മുദാരിയായ ഫെയിലിൻ്റെ സീഗയാണ്. അതായത് വർത്തമാന ഭാവി കാലക്രിയൻ്റെ രീതിയാണുള്ളത്. പക്ഷെ അത് കൽപ്പനക്രിയയാണെന്ന് അറിയിക്കാനാണ് ആര് വന്നത്? ഈ ലാമ് വന്നത്. ഫല്യഗ്തസിൽ, അവൻ കുളിക്കട്ടെ. വലിയതവദ്ദ, അവൻ ഉദു ചെയ്യട്ടെ. അപ്പോൾ ഈ ഹദീസ് ഇതറിയിക്കണത് എന്താ? അറിയിക്കണത് ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചാൽ അവൻ കുളിക്കട്ടെ, മയ്യത്തിനെ വഹിച്ചവൻ അവൻ ഉദു ചെയ്യട്ടെ, മൃതദേഹം വഹിച്ചവൻ അവൻ ഉദു ചെയ്യട്ടെ എന്നുള്ളതാണ്. ഈ ഹദീസിനെ അഖ്റജഹു അഹ്മദ്, ഹദീസിനെ നിവേദനം ചെയ്തത് ആരാണ്? അഹ്മദാണ്, ഇമാം അഹ്മദ്. വൻ നസായിയു വ തിർമിദി, ഇമാം നസായി, ഇമാം തുർമുദി, ഇമാം അഹ്മദ് എന്നിവരാണ് എന്ത് ചെയ്ത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നിവേദനം ചെയ്തത്. വഹസ്സനഹു, വഹസ്സനഹു
ഇമാം തുർമുദി എന്ത് ചെയ്തിട്ടുണ്ട്? ഓ ഹസനഹു, ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് തെളിവെടുക്കാവുന്ന ഹദീസാണ് എന്നാണ് ഇമാം തുർമുദി പറയുന്നത്. ഹസനഹു എന്ന് പറഞ്ഞാൽ ഇമാം തുർമുദി അതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചു. വഖാല അഹ്മദ്, ഇമാം അഹ്മദ് പറഞ്ഞു, ഇമാം അഹ്മദ് മുസ്നദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമാം അഹ്മദ് പറഞ്ഞു, ലാ യസിഹു ഫി ഹാദൽ ബാബി ഷൈ, ലാ യസിഹു സഹീഹാവുകയില്ല, ഫി ഹാദൽ ബാബി ഈ അധ്യായത്തിൽ, ഷൈഉൻ ഒരു ഹദീസും, അതായത് ഈ അധ്യായത്തിൽ ഒരു ഹദീസും എന്തല്ല സഹീഹായി വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താ വിഷയം? മയ്യത്തിനെ കുളിപ്പിച്ചാൽ കുളിക്കണം, മയ്യത്തിനെ വഹിച്ചാൽ വുളു ചെയ്യണം എന്ന വിഷയത്തിൽ ഒരു ഹദീസും സഹീഹായി വന്നിട്ടില്ല. ഇതാണ് ആര് പറഞ്ഞത്? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഖലാസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ വിഷയത്തിൽ ഇമാം അഹ്മദ് പറഞ്ഞത് എന്താണ്? ഇപ്പോൾ തുർമുദി പറഞ്ഞു ഇത് ഹസനാണെന്ന്. ഇമാം അഹ്മദ് പറഞ്ഞത് എന്താണ്? ഈ ഹദീസിൽ, ഈ വിഷയത്തിൽ ഹദീസ് സഹിയായി വന്നിട്ടില്ല എന്നാണ്. ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ കുറേ സംസാരങ്ങളുണ്ട്, മനസ്സിലല്ലേ? ഇമാം ബുഖാരി, അതുപോലെ ഇമാം ബൈഹഖി, ഇവരൊക്കെ പറഞ്ഞത് ഈ ഹദീസ് മൗഖൂഫാണെന്നാണ്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ വാക്കാണ്, ഇത് ആരുതല്ല, റസൂലുള്ളാഹിയിലേക്ക് മർഫൂ അല്ല എന്നാണ്. അപ്പോൾ ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ വാക്കായിട്ടാണ് ഇതിനെ ഇമാം ബുഖാരി, ബൈഹഖി എന്നിവർ വിശേഷിപ്പിച്ചത്. ഇത് മൗഖൂഫാണ് എന്നാണ്. ഈ ഹദീസ് ഇമാം അഹ്മദ് പറഞ്ഞ എന്താണ്? ഈ വിഷയത്തിൽ ഒരു ഹദീസ് സഹിയായി വന്നിട്ടില്ല എന്നാണ്. അതേ അഭിപ്രായമാണ് അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിയും പറഞ്ഞത് എന്താണ്? ഇതേപോലെ ലാ യസിഹു ഫി ഹാദൽ ബാബി ഷൈ എന്നാണ്. പക്ഷേ ഈ ഹദീസിനെ സഹീഹാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് അൽബാനി, ഇബ്നു ഹസം, അതേപോലെ തന്നെ ഇബ്നുൽ ഖത്താൻ, ഇവരൊക്കെ ഈ ഹദീസ് സഹീഹ് എന്നുള്ള പക്ഷക്കാരാണ്. ഈ ഹദീസ് എന്നാണ് സഹീഹാണ് എന്നുള്ളതാണ്. തുർമുദി ഇതിനെ ഹസൻ എന്ന് പറഞ്ഞ്, ഇമാം ദഹബിയും ഇത് ഹസൻ എന്ന വീക്ഷണക്കാരനാണ്. അപ്പോൾ ഈ ഹദീസ് കൊണ്ട് അമലെടുക്കാം എന്നുള്ള പക്ഷമാണ് ആർക്കുള്ളത്? ഇമാം തുർമുദിക്ക്, അതേപോലെ തന്നെ ഇമാം ദഹബിക്ക്, അതേപോലെ തന്നെ ഇതിനെ സഹീഹാക്കിയ ഇബ്നുൽ ഖത്താൻ, അതേപോലെ തന്നെ പിന്നെ ഇബ്നു ഹസം, അൽബാനി തുടങ്ങിയ പണ്ഡിതന്മാർക്ക്. ഈ ഹദീസ് ഇതിൻ്റെ മത്തിനെന്താ പറയുന്നത്? നമ്മളോട് മത്തിനെന്താ പറയണത്? മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കണം, മയ്യത്തിന് മൃതദേഹം വഹിച്ചവൻ ഒതു എടുക്കണം. ഇവിടെ മൻ ഗസ്സല മയ്യത്ത് എന്നാണ്, മയ്യത്തിനെ, മൃതദേഹത്തെ. അത് ആണായാലും പെണ്ണായാലും കുട്ടിയായാലും വലിയതായാലും. കാരണം എന്താ? ഇവിടെ മയ്യത്തന്നെ എന്നാ പ്രയോഗിച്ചു, മൃതദേഹം എന്നാണ് പറഞ്ഞത്. അത് ആമായ പ്രയോഗമാണ്. അപ്പോൾ മൃതദേഹം ആരുടേതാകട്ടെ, ആണിൻ്റേതാകട്ടെ പെണ്ണിൻ്റേതാകട്ടെ, കുട്ടിയാകട്ടെ, പിന്നെ വലിയവരാകട്ടെ, മുസ്ലിം ആകട്ടെ, കാഫിറാകട്ടെ, മനസ്സിലല്ലേ? മയ്യിത്തൻ എന്ന് പൊതുപ്രയോഗമല്ലേ, അതാണ് അറിയിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ വമൻ ഹമലഹു ഫലിയതവദ്ദ, പൊതുവായിട്ടുള്ള പ്രയോഗമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. പക്ഷേ ഈ ഹദീസ് അറിയിക്കുന്ന പിന്നെ ഇതിന് നേരെ വിപരീതമായിട്ട് ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. നേരെ വിപരീതമായിട്ടുള്ള ഹദീസ് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ കുളിക്കണം എന്നുള്ള കൽപ്പനയാണ്. ഫല്യഗ്തസിൽ, മയ്യത്ത് കുളിപ്പിച്ചവൻ, മൃതദേഹത്തെ കുളിപ്പിച്ചവൻ അവന് പിന്നെ കുളിക്കണം എന്നാണ്. മൃതദേഹത്തെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് മൃതദേഹത്തെ ഉരച്ച് കുളിപ്പിക്കണ്ടല്ലോ അയാളാണ്, അല്ലാതെ വെള്ളം കോരി കൊടുക്കുന്നവനോ വെള്ളം കോരി പാരണവനോ അല്ല. പിന്നെയോ കുളിപ്പിക്കുന്നത് ആരാണ്? അയാളാണ് കുളിക്കണം എന്നുള്ള കൽപ്പന ഇവിടെ ഉള്ളത്. ഫല്യഗ്തസിൽ എന്ന് പറഞ്ഞാൽ ഈ കുളിപ്പിച്ചവനാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഹദീസിൽ ഇമാം ബൈഹഖി ഇബ്നു അബ്ബാസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, ലൈസ അലൈക്കും ഫി ഗസ്ലി മയ്യിതിക്കും ഗുസ്ലുൻ ഇദാ ഗസ്സൽതുമു, നിങ്ങളിൽ നിന്ന് മരിച്ച മയ്യത്തിനെ നിങ്ങൾ കുളിപ്പിച്ചാൽ നിങ്ങളുടെ മേൽ കുളിയില്ല, നിങ്ങൾ കുളിക്കേണ്ടതില്ല. ഉണ്ടോ? എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? നിങ്ങളുടെ മയ്യത്ത് അത് മരിക്കുന്ന സമയത്ത് അത് താഹിറാണ്, നജസല്ല. അതുകൊണ്ട് ഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ മതിയാകും എന്ന് പറയുന്നത്. എന്താണ്?
കുറേ ആയല്ലോ. അപ്പം പറഞ്ഞത് മനസ്സിലായ? റസൂലുള്ള പറയാണ്, നിങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല? കുളിയില്ല. നിങ്ങളുടെ മയ്യത്ത് അത് മരിക്കണ സമയത്ത് താഹിറായിട്ടാണ് മരിക്കണത്, നജസായിട്ടല്ല. വലൈക്കും സലാം. അതുകൊണ്ട് ഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, എന്ത് മതി? ഹസ്ബുക്കും നിങ്ങൾക്ക് മതി, അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾ നിങ്ങളുടെ കൈ കഴുകിയാൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇതെന്താ അറിയിക്കണത്? നിങ്ങൾ കുളിക്കണം എന്നാണ്. മറ്റേ ഹദീസോ, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ബൈഹഖിൻ്റെ ഹദീസ്, കൈ കഴുകിയാൽ മതി, കുളിക്കണ്ട എന്നാണ്. കാരണം മരിക്കണ ആൾ അത് താഹിറായിട്ടാണ് മരിക്കണത്, നജസല്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ഈ ഹദീസിനെ ഇബ്നു ഹജർ അത് ഹസൻ എന്ന വിശേഷണം നൽകിയ ഹദീസാണ്. വേറെ ഹദീസുണ്ട് ഇബ്നു ഉമറിൽ നിന്ന് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇബ്നു ഉമർ പറയുന്നത്, കുന്ന നുഗസ്സിലുൽ മയ്യത്ത്, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമായിരുന്നു. ഫമിന്നൽ മുഗ്തസിൽ ഫമിന്ന ഗൈറുൽ മുഗ്തസിൽ, ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കും. കുളിപ്പിച്ചാൽ ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, കുളിക്കാത്തവരുണ്ട്. കണ്ടോ? അപ്പോൾ എന്താ ഇബ്നു ഉമർ പറയുന്നത്? ഞങ്ങൾ മയ്യത്ത് കുളിപ്പിക്കും, കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിൽ കുളിക്കുന്നവരുണ്ട്, കുളിക്കാത്തവരുണ്ട് എന്നാണ്. ഇത് ഇമാം അഹ്മദിൻ്റെ റിവായത്താണ്. ഈ ഹദീസിനെ സഹീഹ് എന്നാണ് ഇബ്നു ഹജർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വലൈക്കും അസ്സലാം, ഇവിടെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇബ്നു ഹജർ ഇവിടെ നൽകിയ ഈ ഹദീസിൽ മയ്യത്ത് കുളിപ്പിച്ചവൻ കുളിക്കാൻ കൽപ്പിക്കുകയാണ്. എന്നാൽ മറ്റു ചില ഹദീസുകളിൽ മയ്യത്ത് കുളിപ്പിച്ചവന് കുളിക്കണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഈ രണ്ട് ഹദീസുകളെയും ജമ്മ ചെയ്ത് പറഞ്ഞത്, ഇവിടെ പറഞ്ഞ ഈ കുളി എന്തല്ല? നിർബന്ധത്തിനുള്ള കുളിയല്ല. ഈ ഫല്യഗ്തസിൽ എന്നുള്ളത് എന്തല്ല? നിർബന്ധത്തിനല്ല. ഒരാൾക്ക് മയ്യത്തിനെ കുളിപ്പിച്ചാൽ അയാൾക്ക് കുളിക്കൽ നല്ലതാണ്. കുളിച്ചിട്ടില്ല എങ്കിൽ എന്തില്ല? പ്രശ്നമല്ല. അപ്പോൾ ഇത് വുജൂബിനെ അറിയിക്കുന്നില്ല. ഈ കൽപ്പനക്രിയ എന്തല്ല? അത് നിർബന്ധത്തെ അറിയിക്കുന്നില്ല. കുളിക്കാം എന്നുള്ളതിനെയാണ് അറിയിക്കുന്നത്. അത് പ്രതിഫലാർഹമാണ് എന്നുള്ളതാണ്. വമൻ ഹമലഹു ഫലിയതവദ്ദ എന്നല്ലേ, മയ്യത്തിനെ വഹിച്ചവൻ അവൻ വുദു ചെയ്യട്ടെ. ഇവിടെ ഈ വുദു ചെയ്യട്ടെ എന്ന് പറഞ്ഞെങ്കിൽ മയ്യത്തിനെ, മൃതദേഹത്തെ വഹിച്ചവനോടുള്ള കൽപ്പനയാണ്. ഈ ഫലിയതവദ്ദ എന്നുള്ള കൽപ്പനൻ്റെ വിഷയത്തിലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ വുദു ചെയ്യാനാണോ പറഞ്ഞത്? അതല്ല കേവലം കൈ കഴുകാനാണോ ഇതിൻ്റെ ഉദ്ദേശം? ഹദീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് മനസ്സിലാണ് എന്താണ് മയ്യത്ത് വഹിച്ചാൽ അവന് വുദു ചെയ്യണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? പക്ഷേ മറ്റേ ഇബ്നു അബ്ബാസിൻ്റെ ഹദീസിൽ പറഞ്ഞെന്താണ്? ഹസ്ബുക്കും അൻ തഗ്സിലു ഐദിയക്കും, നിങ്ങൾക്ക് എന്ത് മതി? കൈ കഴുകിയാൽ മതി. എന്ത് ചെയ്താൽ? കുളിപ്പിച്ചാൽ തന്നെ കൈ കഴുകിയാൽ മതി എന്നാണ്. അപ്പം പിന്നെ ഇവിടെ മയ്യത്ത് വഹിച്ചാൽ വുദു ചെയ്യണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഈ റിവായത്തിന് ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിരൂപണം നടത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇവിടെ ഉദ്ദേശം ഫലിയതവദ്ദ എന്നുള്ളത് കൊണ്ട് അതൊരു ഭാഷാ പ്രയോഗമാണ്. സാങ്കേതികാർത്ഥത്തിലുള്ള വുദു അല്ല ഇവിടെ ഉദ്ദേശം, കൈ കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ ഇബ്നു അബ്ബാസിൻ്റെ ഹദീസും പിന്നെ ഈ ഹദീസൊക്കെ എന്ത് ചെയ്ത് അതുകൊണ്ടൊക്കെ അമലെടുക്കുക എന്നുള്ളത് വന്നു. ഒരു റിവായത്തിനെ തള്ളുന്നതിനേറെ രണ്ട് റിവായത്ത് കൊണ്ട് അമലെടുക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ പിന്നെ ഈ കൽപ്പനയും കൈ കഴുകാനുള്ള കൽപ്പനയാണ് എന്നാണ് പല പണ്ഡിതന്മാരും എന്ത് ചെയ്ത് വിശദീകരിച്ചിട്ട്. ചിലർ പറഞ്ഞ് ഇല്ല, മയ്യത്ത് വഹിച്ചാൽ വുദു ചെയ്യട്ടെ എന്നാണ് ഹദീസ് പറഞ്ഞത്. വുദു ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? അത് ശർഈ ആയിട്ടുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ട് മൃതദേഹം വഹിക്കുന്നവർ വുദു ചെയ്യുക തന്നെ വേണം എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? ഏതായാലും വുദു ചെയ്യട്ടെ എന്നുള്ളത് നിർബന്ധ കൽപ്പനയല്ല, കുളിക്കുക എന്നുള്ളതും എന്തല്ല? നിർബന്ധ കൽപ്പനയല്ല. പറഞ്ഞത് മനസ്സിലായ? അപ്പോൾ ഇതാണ് ആ ഹദീസ്. عن أبي هريرة رضي الله عنه قال قال النبي صلى الله عليه وسلم من غسل ميتا فليغتسل ومن حمله فليتوضأ. أخرجه أحمد والنسائي والترمذي وحسنه وقال أحمد لا يصح في هذا الباب شيء. അപ്പോൾ ഇമാം അഹ്മദ് ഈ ഹദീസ് സഹീഹ് അല്ല എന്നുള്ള പക്ഷക്കാരനാണ്. അതേ അഭിപ്രായമാണ് അലി ഇബ്നുൽ മദീനി റഹ്മത്തുള്ളാഹി അലൈഹിക്കുമുള്ളത്. മനസ്സിലായ? ഇപ്പോൾ ഈ ഹദീസ് ഞാൻ കുറേ പരന്നു പോണില്ല.
അത്രയും ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ സനദും മത്തിനുമായിട്ട് ഇത്രയും കാര്യം പറയാൻ ഉദ്ദേശിക്കണുള്ളൂ. ഇനി അടുത്ത ഹദീസ് അതോടെ വായിച്ചിട്ട് 3 ഹദീസും പറഞ്ഞതിന് ശേഷം പിന്നെ അവസാനം വായിക്കാം. وعن عبد الله بن أبي بكر رضي الله عنهما أن في الكتاب الذي كتبه رسول الله صلى الله عليه وسلم لعمرو بن حزم عمرو بن حزم سكون ألا يمس القرآن إلا طاهر رواه مالك مرسلا ووصله النسائي وابن حبان وهو معلول عليه السلام. എന്താ ഇവിടെ وعن عبد الله بن أبي بكر أن في الكتاب الذي كتبه رسول الله صلى الله عليه وسلم لعمرو بن حزم ألا يمس القرآن إلا طاهر. എന്താ ഇതിനർത്ഥം? അൻ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ, അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. എന്താ നിവേദനം? അന്ന ഫിൽ കിതാബ്, കിതാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ മക്തൂബ്, എഴുത്ത് എന്നുള്ള അർത്ഥം. കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ് എന്നാണ് അർത്ഥം, എഴുതപ്പെട്ടത് എന്നർത്ഥം. ഇലാഹ് പറഞ്ഞാൽ എന്താ അർത്ഥം? മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. ഇലാഹ് മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. അതേപോലെ കിതാബ് എന്ന് പറഞ്ഞാൽ മക്തൂബ്, എഴുതപ്പെട്ടത്. അപ്പോൾ എഴുത്ത്. അന്ന ഫിൽ കിതാബ് അല്ലദീ കതബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിലുണ്ട്. ആർക്ക് എഴുതിയ കിതാബ്? ലി അംർ ബിൻ ഹസ്ം അലൈഹിസ്സലാം. ഞങ്ങളൊരു ഹദീസ് കഴിഞ്ഞ് തന്നെ മാഫി മുഷ്കിൽ ഇൻഷാ അല്ലാഹ്. ഒരു ഹദീസേ കഴിഞ്ഞിട്ടുള്ളൂ. മാഫി മുഷ്കിൽ. മാഫി മുഷ്കിൽ 8:30 മുതൽ എന്നാൽ വേഗം നിർത്താം. അന്ന ഫിൽ കിതാബില്ലദീ കതബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിൽ ഉണ്ട്. ആർക്ക് എഴുതിയ? ലി അംർ ബിൻ ഹസ്ം, അംർ ബിൻ ഹസ്മിന്, അംർ ഇബ്ൻ ഹസ്മിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ കിതാബിലുണ്ട്. എന്താണുള്ളത്? അല്ലാ യമുസ്സൽ ഖുർആന യമസ്സു അല്ല യമസ്സ അല്ല മസ്സ യമസ്സു, സ്പർശിച്ചു. മസ്സ യമസ്സു ഫലാ യമസ് ഫലാ യമസ്സുഹു ഇല്ല അൽ മുത്തഹ്ഹറൂൻ അല്ല യമസ്സുഹു. അല്ലാ യമസ്സൽ ഖുർആന, ശരിയാണത്. ഖുർആൻ സ്പർശിക്കരുത്. ഇല്ല താഹിറുൻ, താഹിറല്ലാതെ. താഹിർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളവൻ, ശുദ്ധിയുള്ളവൻ. അപ്പോൾ ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആനിനെ സ്പർശിക്കരുത്. അല്ലാ യമസ്സൽ ഖുർആന, ഖുർആനിനെ സ്പർശിക്കരുത്. ഇല്ല താഹിറുൻ, ശുദ്ധിയുള്ളവനല്ലാതെ. അപ്പോൾ ഖുർആനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കരുത് എന്ന കാര്യം എന്നത് ഈ അന്ന് മസ്ദരിയ എന്ന് പറയും. ഖുർആനെ താഹിറല്ലാതെ, ശുദ്ധിയുള്ളവനല്ലാതെ സ്പർശിക്കരുത് എന്നത് അംർ ബിൻ ഹസ്മിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുതിയതായ എഴുത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. റവാഹു മാലിക്കുൻ മുർസലൻ, റവാഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തു മാലിക്കുൻ, ഇമാം മാലിക്, മുർസലൻ, മുർസലായിട്ട് എന്താ പറയാ. വസലഹു നസായിയു, ഇമാം നസായി ഇതിനെ വസ്ല് ചെയ്തിട്ടുണ്ട്. മുർസൽ പറഞ്ഞാൽ കണ്ണി മുറിയും, കണ്ണി മുറിയാതെ ഇമാം നസായി ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഇതിൽ പറയാം നമുക്ക്. ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനും
ഇതിനെ വസ്ൽ ചെയ്തിട്ടുണ്ട്, കണ്ണി മുറിയാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഹുവ മഅലൂൽ, വഹുവ ഈ ഹദീസ് മഅലൂലുൻ, മഅലൂൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്തുള്ളതാണ്. ഇല്ലത്ത് എന്ന് എന്താ? ന്യൂനത എന്ന് പറഞ്ഞാൽ ദുർബലത ഉള്ളതാണെന്ന് അർത്ഥം. വഹുവ മഅലൂൽ എന്ന് പറഞ്ഞാൽ ഫീഹി ദഅഫ്, അതിൽ ദുർബലത ഉണ്ട്, ഈ ഹദീസിൽ ദുർബലത ഉണ്ട്, അതാണ് പറഞ്ഞത്. അപ്പം എന്താ ഈ ഹദീസിൻ്റെ രാഗത്തുക? എന്താ? ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ സ്പർശിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ബിൻ ഹസ്മിന് എഴുതിയ എഴുത്തിലുണ്ട് എന്നാണ്. അതാരാ റിപ്പോർട്ട് ചെയ്യണത്? അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുമാ. തൈ അത് നമ്മൾ പറയാം. ആദ്യം ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ ആരാ? അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ എന്ന് പറഞ്ഞാൽ അതാരാ? ഏത് അബൂബക്കർ അല്ലാഹു? ഈ അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറിനെ പലരും മനസ്സിലാക്കിയത് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ അബൂബക്കറാണെന്നാണ്. അതല്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒന്നാം ഖലീഫ അബൂബക്കർ ഉണ്ടല്ലോ, ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന ആ അബൂബക്കർ അല്ലത്, അദ്ദേഹത്തിൻ്റെ മകനും അല്ലത്. പിന്നെയോ ഈ അംർ ബിൻ ഹസമിൻ്റെ പേരക്കുട്ടിയാണിത്. അബ്ദുള്ള ഇബ്നു അബീ ബക്കർ, അബ്ദുള്ള ഇബ്നു അബീ ബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു അംർ ബിൻ ഹസം എന്നാണ്. അംർ ബിൻ ഹസമിന് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു മകനുണ്ട്. ആ മകൻ്റെ മകനാണ് അബൂബക്കർ, അതിൻ്റെ മകനാണ് ആര്? അബ്ദുള്ള. മനസ്സിലായ? പല പിന്നെ ഈ ബുലൂഗുൽ മറാമിൻ്റെ ഷറഹിൽ തന്നെയും ചിലർ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഏത്? ഇത് അബൂബക്കർ റളിയല്ലാഹു ആണെന്നാണ്, ഒന്നാം ഖലീഫ. പക്ഷെ അതല്ല, ഇത് ഈ അംർ ബിൻ ഹസമിൻ്റെ പേരക്കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അംർ ബിൻ ഹസമിൻ്റെ പേരക്കുട്ടിയാണെന്ന് അറിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ പോയിട്ടുണ്ട്. അതാരാ? മുഹമ്മദാണ്. ഇമാം മാലിക് ഇതിങ്ങനെ റിപ്പോർട്ട് ചെയ്തത് അൻ അബ്ദുല്ലാഹി ബിൻ അബീ ബക്കർ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത്, അംർ ബിൻ ഹസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണത് മുർസലായത്. അതേസമയം നസായിയും ഇബ്നു ഹിബ്ബാനും ഇവിടെ ആരും കൊണ്ടുവന്നിട്ടുണ്ട്? മുഹമ്മദിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ അബീ ബക്കർ ഇബ്നു മുഹമ്മദ് അംർ ബിൻ ഹസമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായി? കണ്ണി മുറിയാതെ വസലായി, കണ്ണി സനത് ചേർന്ന്. അതേപോലെയാണ് ഇബ്ബാനും റിപ്പോർട്ട് ചെയ്ത് കണ്ണി ചേർന്നുകൊണ്ട്. പക്ഷേ ഇവിടെ മുഹമ്മദ് വിട്ടുപോയപ്പോൾ എന്തായി? ഹദീസ് മുർസലായി. അതാണ് ഇമാം മാലിക്കിൻ്റെ റിവായത്തുള്ളത്. അതുകൊണ്ടാണ് റവാഹു മാലിക്കുൻ മുർസലൻ, മുർസലായിട്ടാണ് ഇമാം മാലിക് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നസായിയും ഇബ്നു ഹിബ്ബാനും ഇതിനെ വസൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഈ അബ്ദുള്ള ഇബ്നു അബീ ബക്കർ അദ്ദേഹം അബൂ മുഹമ്മദ് അൽ അൻസാരിയാണ്. അദ്ദേഹം 130 അദ്ദേഹം മരണപ്പെടുന്നത്, ഹിജ്റയുടെ 130. അദ്ദേഹം താബിഈങ്ങളിൽ ചെറിയ വ്യക്തിയാണ്, ചെറിയ താബിഈങ്ങളിൽ പെട്ട ആളാണ്, സിഗാറു താബിഈനിൽ പെട്ട ആളാണ്. അല്ല, അത് ഞാൻ പറയാം. പിന്നെ അത് ഇതിന് ഈ മാലൂൽ എന്ന് പറഞ്ഞല്ല ഇബ്നു ഹജറിൻ്റെ, അതിൽ യഥാർത്ഥത്തിൽ മാലൂൽ അല്ല അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് വരാം. അംർ ബിൻ ഹസ്ം, ഈ അംർ ബിൻ ഹസ്ം അദ്ദേഹം അംർ ബിൻ ഹസ്ം അൽ ഖസ്റജി അൻ നജ്ജാരി അൽ അൻസാരി അൽ മദനിയാണ്. അദ്ദേഹം അംർ ബിൻ ഹസം അൻസാരിയാണ്. അൻസാരി പറഞ്ഞാൽ എന്താ? മദീനക്കാരനാണ്. അദ്ദേഹം ഖസ്റജ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അംർ ബിൻ ഹസം അൽ ഖസ്റജിയാണ്. അദ്ദേഹം നജ്ജാരിയാണ്. നജ്ജാരി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ നജ്ജാരി? ആശാരി എന്നോ? ബനൂ നജ്ജാർ ഗോത്രക്കാരനാണ്. ബനൂ നജ്ജാർ ഗോത്രക്കാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ബനൂ നജ്ജാർ ഗോത്രത്തിൻ്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളാണ് അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളാണ് മദീനയിൽ ബനൂ നജ്ജാർ ഗോത്രം. അപ്പോൾ ബനൂ നജ്ജാർ ഗോത്രക്കാരനായ ഖസ്റജിയായ അൻസാരിയായ അംർ ബിൻ ഹസ്മാണ്. ഈ അംർ ബിൻ ഹസ്മിനെ റസൂലുള്ളാഹി മദീനയിൽ നിന്ന് യമനിലേക്ക് നജ്റാനുകാരെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. മദീനയിൽ നിന്ന് നജ്റാനുകാരെ ദഅവത്ത് നടത്താൻ വേണ്ടിയിട്ടും അവരെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയെടുത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ അയച്ചു, അംർ ബിൻ ഹസ്മിനെ അയച്ചു.
അപ്പോൾ അംർ ബിൻ ഹസ്മിനെ അയച്ചപ്പോൾ ഒരു കത്തായിട്ടാണ് അയച്ചത്, ഒരു കത്ത്. ആ കത്തിലുള്ള വിഷയങ്ങൾ എന്താ? അതിലുള്ള ഒരു വിഷയം എന്താ? അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ. അതേപോലെ തന്നെ അതിൽ പിന്നെ കുറേ വിഷയങ്ങളാണ്. അതിലിപ്പോൾ ഈ കുറ്റകൃത്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തം എന്താണ്, പ്രതിക്രിയ എന്താണ്, തുടങ്ങിയ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഈ ജിനായാത്ത്, ഹുദൂദ് ഉണ്ടല്ലോ, കുറ്റ ശിക്ഷാവിധികൾ, അതേപോലെ തന്നെ പ്രതിക്രിയകൾ, ഈ മസലകളിലൊക്കെ അംർ ബിൻ ഹസ്മിൻ്റെ ഹദീസാണ് എന്ത് പ്രധാന അവലംബം. അതിലൊരു ഭാഗമാണ് ഇത്. മനസ്സിലായി? റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഹദീസുകൾ എഴുതി വച്ചിരുന്നു എന്നതിൻ്റെ ഒരു രേഖ കൂടിയാണെന്ത് ഈ അംർ ബിൻ ഹസ്മിൻ്റെ ഹദീസ്. ഇതിപ്പോൾ ഹദീസാണ്. റസൂലുള്ളാഹി എന്ത് ചെയ്ത് അത് എഴുതിയാണ് അയച്ചത്. അപ്പോൾ ഹദീസ് എഴുതിയിരുന്നു എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഈ സംഭവം. മനസ്സിലായോ? അപ്പോൾ അംർ ബിൻ ഹസ്മിനെ റസൂലുള്ളാഹി തൻ്റെ റസൂലായിട്ട് നിയോഗിക്കുകയാണ് നജ്റാനിലേക്ക്, യമനിലേക്ക്. അപ്പോൾ ഒരു കത്ത് കൊടുത്ത്, ആ കത്തിൽ കുറേ വിഷയങ്ങളാണ്, ദീനീ കാര്യങ്ങളാണ് എഴുതിയത്. അതിലൊരു കാര്യമാണ് ഈ കാര്യം. ഈ സംഭവം അംർ ബിൻ ഹസ്ം തൻ്റെ പേരക്കുട്ടിനോട് പറയാണ്. അത് പറയുന്നത് മകൻ മുഹമ്മദിലൂടെ ഇയാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ മുഹമ്മദ് ഈ കണ്ണിയിൽ നിന്ന് വിട്ടുപോയി. മനസ്സിലായില്ലേ? സനദിൻ്റെ തുടക്ക ഭാഗം വിട്ടുപോവുകയും താബിഈ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഹദീസ് എന്താണത്? മുർസലാണത്. റസൂലുള്ളാഹി ചെയ്തു എന്നുള്ളത് ആര് പറയാ? താബിഈ പറയാം. അപ്പോൾ എന്തായി? ആര് വിട്ടുപോയി? സഹാബി വിട്ടുപോയി. അപ്പോൾ സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് സഹാബി വിട്ടുപോവുകയും റസൂലുള്ളാഹി ചെയ്തു എന്നുള്ളത് താബിഈ പറയുകയും ചെയ്യുമ്പോൾ അതിനാണ് എന്തെന്ന് പറയാം? ഹദീസ് മുർസൽ എന്ന് പറയും. ഹദീസ് മുർസൽ ഉണ്ട്. അവിടെ താബി ഇവിടെ സനദിൽ നിന്ന് വിട്ടുപോയത് കണ്ടില്ലേ? മുഹമ്മദ് വിട്ടുപോയി, എന്നിട്ട് താബിയാണ് എന്ത് ചെയ്യണത്? റിപ്പോർട്ട് ചെയ്യുന്നത്. സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് വിട്ടുപോയി. പക്ഷേ ഇത് വിട്ടുപോകാതെ റിപ്പോർട്ട് ചെയ്തതുണ്ട്. അതാരുടെ റിപ്പോർട്ടാണ്? നസായിയുടെ റിപ്പോർട്ടാണ്, ഇബ്നു ഹിബ്ബാൻ്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇത് ഏത് അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കർ എന്ന് മനസ്സിലായത്, ഇത് ഇബ്നു ഹസ്മിൻ്റെ പേരക്കുട്ടിയാണെന്ന് മനസ്സിലായത്. അതില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് എല്ലാവരും മനസ്സിലാക്കുക, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ളയാണ് എന്നാണ് മനസ്സിലാക്കുക. തയ്യിബ്, നമുക്ക് ഹദീസിനെ മത്തിനിലേക്ക് പറയാം. അല്ലാ യമസ്സൽ ഖുർആന ഇല്ലാ താഹിർ എന്നുള്ളതിലേക്ക് വരാം. പക്ഷേ ഇവിടെ ഈ സനദുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. വഹുവ മഅലൂൽ എന്നാണ് ഇബ്നു ഹജർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിപ്പോൾ വഹുവ മഅലൂൽ എന്ന് പറഞ്ഞാൽ ഈ ഹദീസിൽ ഇല്ലത്തുണ്ട്, ദുർബലത ഉണ്ട് എന്നുള്ളത് ആരാ പറയണത്? ഇബ്നു ഹജറാണ് പറയണത്. അപ്പോൾ ഇബ്നു ഹജറിൻ്റെ ദൃഷ്ടിയിൽ ഈ ഹദീസിൽ എന്തുണ്ട്? ദുർബലത ഉണ്ട്. ആ ദുർബലത എന്താണ്? ആ ദുർബലത ഈ ഹദീസിൻ്റെ സനദിലുള്ള ഒരു റാവിയാണ്. ആ റാവി സുലൈമാൻ ഇബ്നു ദാവൂദാണ്. സുലൈമാൻ ഇബ്നു ദാവൂദ് എന്നുള്ള റാവി ഇതിലുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് മഅലൂൽ എന്ന് പറഞ്ഞത്, ഇല്ലത്തുള്ളത് എന്ന് പറഞ്ഞത്. പക്ഷെ സുലൈമാൻ ഇബ്നു ദാവൂദ് രണ്ടാളുണ്ട്. ഒന്ന് സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനിയും മറ്റൊന്ന് സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖവലാൻ. ഇബ്നു ദാവൂദ് സുലൈമാൻ ഇബ്നു ദാവൂദ്, രണ്ട് സുലൈമാൻ ഇബ്നു ദാവൂദ് തന്നെയാണ്. പക്ഷെ ഒന്ന് അൽ യമാനി, മറ്റൊന്ന് അൽ ഖവലാൻ. കണ്ട, ഈ സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനി പറ്റ ദുർബലനാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് പണ്ഡിതന്മാർ ഏറെക്കുറെ ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. എന്നാൽ ഈ സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖവലാൻ ആരാണ്? ഇദ്ദേഹം വിശ്വസ്തനായ റാവിയാണ്. മനസ്സിലായോ? ഈ ഹദീസിൽ ദുർബലത ഉണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇതിൽ പറഞ്ഞ സുലൈമാൻ ഇബ്നു ദാവൂദ് ആരെയാണെന്ന് മനസ്സിലാക്കി? സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ യമാനിയാണെന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇത് ദുർബലാണെന്ന് അവർ പറഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിലുള്ള റാവി ആരാണ്? സുലൈമാൻ ഇബ്നു ദാവൂദ് അൽ ഖവലാനാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹദീസ് എന്താണ്? ഹദീസ് സഹീഹാണ്.
ഈ ഹദീസിനെ സഹീഹാക്കി ദുർബലപ്പെടുത്തിയത് ഇബ്നു ഹസമാണ്, നവവിയാണ്, ഇബ്നു കസീറാണ്. ഇമാം നവവി, ഇബ്നു കസീർ, ഇബ്നു ഹസം. കാരണം സുലൈമാൻ ഇബ്നു ദാവൂദുൽ യമാനിയാണ് എന്നതായിരിക്കാം അവരുടെ വീക്ഷണം. എന്നാൽ ഈ ഹദീസിനെ മറ്റു പണ്ഡിതന്മാർ, വലിയ അയിമത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ പ്രബലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ എന്താണ്? സുലൈമാൻ ഇബ്നു ദാവൂദുൽ യമാനിയല്ല, ഇവിടെ സുലൈമാൻ ഇബ്നു ദാവൂദുൽ ഖവലാനാണ് എന്നുള്ളതാണ്. ഇതാണ് ശരി, മനസ്സിലായി. അപ്പോൾ ഈ ഹദീസ് മഅലൂൽ എന്നുള്ള വിധി എന്തെല്ലാം ശരിയല്ല, ഈ ഹദീസ് സഹിയാണ്. ഹദീസ് അതിൻ്റെ മത്തിനെ അറിയിക്കണത് എന്താണ്? മത്തിനെ അറിയിക്കുന്നത് ഒരൊറ്റ സംഗതിയാണ്. ലാ യമസ്സൽ ഖുർആന ഇല്ല താഹിർ, ഖുർആനെ താഹിർ അല്ലാതെ സ്പർശിക്കാൻ പാടില്ല എന്നാണ്. ഇതാണ് ഇവിടുത്തെ വിഷയം. താഹിർ എന്താണ്? ഈ താഹിർ ശുദ്ധിയുള്ളവൻ എന്നാണ്. ശുദ്ധിയുള്ളവൻ, ശുദ്ധിയുള്ളവൻ എന്നുള്ളതൊരു പൊതുപ്രയോഗമാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവനാകാം, ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയുള്ളവനാകാം, നജസ് ശരീരത്തിലില്ലാത്തവനാകാം, മുസ്ലിമും ആകാം. കാരണം കാഫിർ നജസാണ് ഹുക്കുമിൽ, അപ്പോൾ മുസ്ലിം താഹിറാണ്. ചെറിയ ശുദ്ധി ഇല്ലാത്തവൻ താഹിറാണ്, വലിയ ശുദ്ധി ഇല്ലാത്തവൻ താഹിറാണ്, നജസ് ശരീരത്തിലില്ലാത്തവൻ താഹിറാണ്. അപ്പോൾ ഇവിടെ ഖുർആനെ താഹിറല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശം? 4 മദ്ഹബിൻ്റെ ഇമാമന്മാരും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞ ഇവിടെ ഉദ്ദേശം ചെറിയ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയാണ്. അപ്പോൾ ഖുർആനെ സ്പർശിക്കുകയില്ല ഇല്ല താഹിർ എന്ന് പറഞ്ഞാൽ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായവനല്ലാതെ. ഖുർആൻ സ്പർശിക്കണമെങ്കിൽ എന്ത് വേണം? ഒതു വേണം, ശുദ്ധി വേണം എന്നാണ് അതിൻ്റെ തേട്ടം. ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി വേണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വേണം എന്നുള്ളതാണ് ഇതിൻ്റെ തേട്ടം. അതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്, 4 മദ്ഹബിൻ്റെ ഇമാമന്മാരടക്കം ഭൂരിപക്ഷ പണ്ഡിതന്മാരും. ഏതായാലും ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? ഈ ഹദീസ് സഹിയാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി വേണോ വേണ്ടേ എന്നുള്ളതിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഉണ്ട്. പക്ഷേ പ്രബലമായിട്ടുള്ള അഭിപ്രായം വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി ഷർത്താന്ന് പറയാൻ പാടില്ല. ഷർത്താണ് അല്ലെങ്കിൽ നിർബന്ധമാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. എന്നാൽ വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധിയോട് കൂടിയാവുക എന്നുള്ളതാണ് അതിൻ്റെ അദബ്. കാരണം എന്താ? ഈ ഹദീസിന് സഹീഹാണ് എന്നുള്ളത് വന്നാൽ, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലൊരായത്ത് ഇപ്പോൾ നമ്മൾ സൂറത്ത് അൽ വാഖിയ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലേ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, വിശുദ്ധ ഖുർആനെ പരിശുദ്ധന്മാരല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. അവിടെ പരിശുദ്ധന്മാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം മലക്കുകളാണ്. പിശാചുക്കൾ ഖുർആനെ സ്പർശിക്കൂല, മലക്കുകളെ സ്പർശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ അതൊരു പ്രസ്താവനയാണെങ്കിലും അതിലൊരു തേട്ടുണ്ട്, ഒരു കൽപ്പന ഉണ്ട്, പരിശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങൾ ഖുർആനെ സ്പർശിക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഖുർആനെ നമ്മൾ ഒരു മറക്ക് പിന്നിൽ നിന്ന് തൊടാനാണ് ചില പ്രശ്നമല്ല. അതിപ്പോൾ ആർത്തവകാരികൾക്ക് വരെ എന്ത് ചെയ്യാം, ഒരു മറൻ്റെ പിന്നിൽ നിന്ന് ഖുർആനെ തൊടാവുന്നതാണ്, ഖുർആൻ എടുക്കാവുന്നതാണ്. ഒരു മറ ഉണ്ടെങ്കിൽ, കയ്യിൽ ഗ്ലൗസിന് അല്ലെങ്കിൽ ഖുർആൻ ഒരു പൊതി ഉണ്ടെങ്കിലൊക്കെ ഖുർആൻ എടുക്കാവുന്നതാണ്. പക്ഷെ അതില്ലാതെ നേരിട്ട് തൊടുകയാണ് എങ്കിൽ ശുദ്ധിയോട് കൂടിയിട്ട് സ്പർശിക്കലാണ് അതിൻ്റെ അദബ്, മര്യാദ എന്നുള്ളതാണ് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നത്. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഖുർആൻ സ്പർശിക്കുവാൻ ശുദ്ധി നിർബന്ധമാണ് എന്നുള്ള പക്ഷക്കാരാണ്. പക്ഷേ പണ്ഡിതന്മാർ പലരും പല അഭിപ്രായങ്ങളും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മസലകൾ കുറേ നീട്ടി കൊണ്ടുപോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ എഴുതിയിട്ട് അത് ചക്രവർത്തിമാർക്ക് കത്ത് എഴുതിയിട്ടുണ്ട് തുടങ്ങിയ കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്തെങ്കിലും ആ മസലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച വന്നിട്ടുള്ളത്.
പക്ഷേ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുക ഖുർആൻ സ്പർശിക്കാൻ ഒളു കരണീയമാണ്. ഖുർആൻ സ്പർശിക്കുവാൻ ഒളു അതിനുള്ള ഒരു അദബിൽപ്പെട്ടതാണ്, മര്യാദയാണ് എന്നുള്ളതാണ്. അതിലൊരു വീഴ്ച വരുത്താൻ പാടുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ ഹദീസ് എന്താണ്, ഈ മാലൂൽ എന്ന് പറഞ്ഞത് ഇത് മാലൂലല്ല, അത് സഹീഹാണ്. ഇതാണ് ഇപ്പം ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഹദീസിൽ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി എന്നുള്ളത് അതൊരു പ്രയോഗമാണ്. മജാസ് മുർസൽ എന്നാണ് അതിന് പറയാം. ഇപ്പോൾ അങ്ങനെ പ്രയോഗിക്കുമല്ലോ. കത്തുകൾ എഴുതാൻ റസൂലുള്ളാഹിക്ക് എഴുത്തുകാരുണ്ട്, അവർ മുഖാന്തരമാണ് എഴുതുന്നത്. പക്ഷേ റസൂലുള്ളാഹിനെ ഓതി കൊടുക്കുന്നത് എഴുതാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് എഴുത്ത് റസൂലുള്ളാഹിക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാൻ ചക്രവർത്തി എന്ന് പറയും. ഷാജഹാൻ അതിൻ്റെ നിർമ്മാണത്തിൽ ഒരു കല്ല് വരെ എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ അതൊരു പ്രയോഗമാണ്. അത് അറബി ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കും. അതിനാണ് മജാസ് മുർസൽ എന്ന് പറയാം. ഇതാണ് ഇപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ഹദീസ്. അതേ സമയം നമ്മൾ കുറേ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. മൂന്നാമത്തെ ഹദീസ് എടുക്കാനല്ലേ, ഒരു എടുത്തിട്ട് വായിക്കാം. وعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يذكر الله على كل أحيانه رواه مسلم وعلقه البخاري. കുറച്ച് വിഷയമുണ്ട്, എന്നാലും പെട്ടെന്ന് പറയാം. എന്താ വാൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. ഖാലത്ത്, അവർ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യദ്കുറുല്ലാഹ, അല്ലാഹുവെ സ്മരിക്കുമായിരുന്നു, അല കുല്ലി അഹ്യാനിഹി, റസൂലുള്ളാഹിൻ്റെ എല്ലാ സമയങ്ങളിലും. അഹ്യാൻ എന്നുള്ളത് ഹീനുൻ എന്നുള്ളതിൻ്റെ ബഹുവചനാണ്. ഹീൻ ഹീൻ എന്ന് പറഞ്ഞാൽ വഖ്ത്, സമയം എന്നാണ്. സമാൻ, ഹീൻ എന്ന് പറഞ്ഞാൽ വഖ്ത്, സമയം, കാലം. അല കുല്ലി അഹ്യാനിഹി എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും. റസൂലുള്ള തൻ്റെ മുഴു സമയങ്ങളിലും അള്ളാഹുവിന് ദിക്റിലായിരുന്നു. റവാഹു മുസ്ലിം, ആര് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്? ഇമാം മുസ്ലിമാണ്. വഅല്ലഖഹുൽ ബുഖാരി, എന്താ ഇമാം ബുഖാരി ഇതിനെ താലീഖായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഈ പ്രയോഗം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്? ഇമാം ബുഖാരിൻ്റെ താലീഖ് വന്നിട്ടില്ല. ഇമാം ബുഖാരി, അപ്പോൾ ഇങ്ങനെ മനസ്സിലായിക്കോളെ, പിന്നെ നമുക്ക് അവസാനം പറയാം. വഅല്ലഖഹു, ഈ ഹദീസിനെ താലീഖായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആര്? അൽ ബുഖാരിയു, ഇമാം ബുഖാരി. എന്താ ഇമാം ബുഖാരിയുടെ മുഅല്ലഖ് എന്നുള്ളത് നമുക്ക് പറയാം. ഹദീസ് മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യാന്നതിന് പറയാം മുഅല്ലഖ്. ആരാ? ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ആരാ? ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ഉമ്മു അബ്ദില്ല. അവരുടെ ഗോത്രം ഏതാ? ആയിഷ ബനു തൈം, ബനു തൈം, തെമീമി അല്ല, ബനു തൈം, തൈം ഗോത്രം. അസിദ്ദീഖ ബിന്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യദ്കുറുല്ലാഹ, അള്ളാഹുവിന് ദിക്ർ എടുക്കുമായിരുന്നു, അള്ളാഹുവെ സ്മരിക്കുമായിരുന്നു, അല കുല്ലി അഹ്യാനിഹി, അല കുല്ലി അഹ്യാനി എന്ന് പറഞ്ഞാൽ തിരുനബിയുടെ മുഴുവൻ സമയങ്ങളിലും. അഹ്യ എന്ന അല കുല്ലി ഔഖാത്തിഹി എന്നർത്ഥം, എല്ലാ സമയങ്ങളിലും. അപ്പം എന്താ ഈ ഹദീസിൻ്റെ മത്തിനെ അറിയിക്കുന്നത്? റസൂലുള്ള എപ്പോഴും എന്ത് ചെയ്തിരുന്നു? അള്ളാഹ്ക്ക് ദിക്റിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ നൃത്തത്തിൽ, ഇരുത്തത്തിൽ, നടത്തത്തിൽ, അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ
ഖലായിലാകുമ്പോൾ ബാത്റൂമിലാകുമ്പോൾ ദിക്ർ ഉണ്ടായിരുന്നോ? ഉണ്ടാ? അവർക്ക് ബാത്റൂമിൽ പോകുമ്പോഴല്ലേ, അവിടെ ഇരിക്കുമ്പോൾ അവിടെ. അതുകൊണ്ട് പിന്നെ ബാത്റൂമിലാകുമ്പോൾ റസൂൽ എന്ത് ചെയ്യില്ല, ദിക്ർ നാവ് കൊണ്ട് എടുക്കുമായിരുന്നില്ല. റസൂൽ സലാം വരെ മടക്കിയിട്ടില്ല. ഒരാൾ സലാം പറഞ്ഞപ്പോൾ റസൂൽ സലാം മടക്കിയില്ല. എന്നിട്ട് റസൂൽ എന്ത് ചെയ്ത്, അത് വിസർജനം കഴിഞ്ഞ് റസൂൽ ഇങ്ങനെ മൂത്രവിസർജനം കഴിഞ്ഞ് റസൂൽ എന്ത് ചെയ്ത് ചുമരിൽ കൈ അടിച്ചിട്ട് തയമം ചെയ്തിട്ട് പിന്നെയാണ് മടക്കിയത്. അപ്പോൾ ഇവിടെ ഈ ദിക്ർ കൊണ്ട് ഉദ്ദേശം നാവ് കൊണ്ടുള്ള ദിക്ർ എടുക്കലാണ്. നാവ് കൊണ്ടുള്ള ദിക്ർ എടുക്കലാണ്. അത് ദിക്റു ബിൽ ലിസാൻ. കാരണം മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും ദിക്ർ എടുക്കാം. മനസ്സുകൊണ്ട് അത് നമ്മുടെ ആവശ്യ നിർവഹണ വേളയിലാണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിൽ ദിക്ർ, അള്ളാഹുവിന് ദിക്ർ എടുക്കുന്നതിൽ പ്രശ്നമല്ല. മനസ്സുകൊണ്ട് ഒരാൾ പിന്നെ തൻ്റെ ആവശ്യം നിർവഹിക്കുമ്പോൾ മനസ്സിൽ അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ചു, മനസ്സിൽ, നാവ് കൊണ്ടല്ലാതെ, അതിൽ പ്രശ്നമല്ല. അതേസമയം നമ്മൾ സുബ്ഹാനല്ലാഹ്, തസ്ബീഹ്, അല്ലാഹു അക്ബർ, തക്ബീർ, അൽഹംദുലില്ലാ, തഹ്മീദ്, തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയുള്ള ദിക്റുകൾ നമ്മൾ നാവ് കൊണ്ട് പറയുമല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുഴുവൻ സമയങ്ങളിലും നിർവഹിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പറയുമ്പോൾ റസൂലുള്ള അത് എവിടെ നിർവഹിച്ചിരുന്നില്ല? തൻ്റെ പിന്നെ ഈ ബാത്റൂമിൽ അങ്ങനത്തെ സമയങ്ങളിൽ നിർവഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഏത് എങ്ങനെ നാവുകൊണ്ട് ചൊല്ലുന്നതിന്, ആ നാവുകൊണ്ട് ചൊല്ലേണ്ട സന്ദർഭങ്ങളിലാകുമ്പോൾ അതിന് പുണ്യം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേസമയം ഒരാൾ എന്ത് ചെയ്ത് പിന്നെ ഇത് നാവുകൊണ്ട് ചെല്ലാൻ പാടില്ലാത്ത സമയത്ത് അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പുണ്യം ഉണ്ടാവും. അവിടെ മനസ്സുകൊണ്ട് ഒരാൾ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂലി അയാൾക്കുണ്ടാവും. പിന്നെ ഇപ്പോൾ ദിക്ർ ചെല്ലുന്നതിൽ പെട്ടതാണ് ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അലിയാർ പറയുന്നത് എന്താണ്? കാന യുഖ്രിഉനൽ ഖുർആൻ മാലം യകുൻ ജുനുബൻ. റസൂലുള്ള ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരുമായിരുന്നു മാലം യകുൻ ജുനുബൻ. എന്താ? ജനാപത്തുകാരനല്ലെങ്കിൽ. അപ്പോൾ ജനാപത്തുകാരനാകുമ്പോൾ എന്ത് പാടില്ല? ഖുർആൻ ഓതുക എന്നുള്ള ദിക്ർ പാടില്ല. മനസ്സിലായി? അപ്പോൾ ഇതൊരു പൊതുപ്രയോഗമാണെങ്കിലും ഇതിൽ നിന്നുണ്ട് ചില അവസ്ഥകൾ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ എന്ത് പാടുള്ളതല്ല? ദിക്ർ പാടുള്ളതല്ല. നാവ് കൊണ്ടുള്ളതായ ദിക്റുകൾ, നാവ് കൊണ്ടുള്ള ദിക്റുകൾ പാടുള്ളതല്ല. അതാണ് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. ഈ ഹദീസ് റവാഹു മുസ്ലിം, ഇത് മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്തത്. മുഅല്ലഖഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഇതിനെ മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്നാണ്. എന്താണ് ഇമാം ബുഖാരി മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ തുടക്ക ഭാഗങ്ങൾ വിടുക. ഒന്നുകിൽ സഹാബി, അല്ലെങ്കിൽ സഹാബിയും താബിഈയും, അല്ലെങ്കിൽ സഹാബിയും താബിഈയും താബിഈയും, ഇവരെ ഹദീസിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയാം? മുഅല്ലഖായിട്ട് റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയാം. ഒന്നോ ഒന്നിൽ കൂടുതൽ റാവികളോ സനദിൻ്റെ തുടക്കത്തിൽ നിന്ന് വിട്ടുപോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് മുഅല്ലഖായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയാം. അതാണ് ഇമാം ബുഖാരിൻ്റെ തഅലീഖ് എന്ന് പറയുന്നത്, തഅലീഖാത്തുൽ ഇമാം ബുഖാരി എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായ? അതായത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? അങ്ങനെ അല്ലെങ്കിൽ റസൂലുള്ള ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിൽക്കാലക്കാരായിരിക്കും ഇത് പറയാം. തുടക്ക ഹദീസിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും. സഹാബി ഉണ്ടാവില്ല, ചിലപ്പോൾ സഹാബിയും താബിയും ഉണ്ടാവില്ല, ചിലപ്പോൾ സഹാബിയും താബിയും ഉണ്ടാവില്ല. അതിനാണ് തഅലീഖായിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയാം. അതെല്ലാം സഹീഹാണ് എന്ന് പറയാൻ പറ്റൂല. ഇമാം ബുഖാരിയുടെ മുഅല്ലഖായ റിപ്പോർട്ടുകൾ അത് ഇമാം ബുഖാരി ജസ്മ് ചെയ്ത് ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അതിന് സിഹത്ത് ഉണ്ടാവുക. അതേസമയം തഅലീഖായിട്ടുള്ള റിപ്പോർട്ടുകളിൽ പലതും എന്തുണ്ട്? ദുർബലമായതുണ്ട്. അതുകൊണ്ടാണ് ഉർവ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ചില റിവായത്തുകൾ തഅലീഖായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അതിന് പണ്ഡിതന്മാരെന്ത് ചെയ്തിട്ടില്ല? എല്ലാത്തിനും സഹീഹാണ് എന്ന് വിധിച്ചിട്ടില്ല. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് തന്നെയാണ്,
പക്ഷേ സഹീഹുൽ ബുഖാരിയിൽ മുസ്നദായ റിപ്പോർട്ടുമുണ്ട്, മുഅല്ലഖായ റിപ്പോർട്ടുമുണ്ട്. മുസ്നദ് എന്താ? മുസ്നദ് പറഞ്ഞാൽ സനദ് പൂർണ്ണമായത്, ഒന്നും വിട്ടിട്ടില്ല, അതാണ് മുസ്നദായ റിപ്പോർട്ട്. മുഅല്ലഖാൻ എന്ന് പറഞ്ഞാൽ എന്താ? സനദിൻ്റെ തുടക്ക ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം താബി ആയിരിക്കും പറയുക, അപ്പോൾ താബിയും പോയിട്ടുണ്ടാവും, സഹാബിയും പോയിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ഹദീസ് ദുർബലാണെന്നല്ല, പിന്നെയോ ഹദീസ് ചിലപ്പം സഹിയായിരിക്കും. മുർസലിൻ്റെ ഇതും മുഅല്ലഖും തമ്മിലുള്ള വ്യത്യാസം, മുർസലിൽ സഹാബിയാണ് പോവുക, താബിയെ റിപ്പോർട്ട് ചെയ്യും. ആരെ പോവുള്ളൂ? സഹാബിയെ പോവുള്ളൂ. താബി ആയിരിക്കും എന്ത് ചെയ്യുക? ഹദീസ് റിപ്പോർട്ട് ചെയ്യുക. റസൂലുള്ള പറഞ്ഞു, റസൂലുള്ള ചെയ്തു, അല്ലെങ്കിൽ റസൂലുള്ളാൻ്റെ കാലത്ത് ഇന്ന നടന്നു എന്നുള്ളത് താബിഈ റിപ്പോർട്ട് ചെയ്യും. ആരെ പോയിട്ടുണ്ടാവുള്ളൂ? സഹാബി പോയിട്ടുണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല. മുഅല്ലഖിൽ ചിലപ്പോൾ സഹാബി പോകും, ചിലപ്പോൾ താബിഈ പോകും, ചിലപ്പോൾ താബിഈ പോകും. മനസ്സിലാവും? ഒന്നിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിൽ പോയിട്ടുണ്ടാവും സനദിൻ്റെ തുടക്കത്തിൽ നിന്ന്. അതാണെന്ത്? മുഅല്ലഖ്. സഹീഹുൽ ബുഖാരിയിൽ ഓർമ്മ ശരിയാണെങ്കിൽ 1340 ഹദീസുകൾ മുഅല്ലഖാണ്. സഹീഹുൽ ബുഖാരിയിൽ 1340 ഹദീസുകൾ മുഅല്ലഖാണ്. അതിൽ 160 ഹദീസ് മാത്രമേ മുഅല്ലഖായിട്ടുണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതായത് സഹീഹുൽ ബുഖാരിയിൽ എന്തുണ്ട്? മുഅല്ലഖായ 1340 ഹദീസ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് എന്ത്? ഇപ്പം നമ്മളെ ഈ ഹദീസ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് മുഅല്ലഖായ ഹദീസാണോ? അല്ല. എന്തുകൊണ്ട്? ഇത് ഇമാം മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്? മുഅല്ലഖ് അല്ലാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമാം ബുഖാരി 1340 ഹദീസ് മുഅല്ലഖായത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങൾ അത് എന്ത് ആയിട്ട് വന്നിട്ടുണ്ട്? മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് അല്ലാതെ വന്ന എത്രയേ ഉള്ളൂ? 160 ഹദീസേ ഉള്ളൂ. പറഞ്ഞാൽ മനസ്സിലാണ്ട? സഹീഹുൽ ബുഖാരിയിൽ 1340 ഹദീസുകൾ മുഅല്ലഖായിട്ടുണ്ട്. പക്ഷേ ഇതര ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം ബുഖാരി മുഅല്ലഖായി കൊടുത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. എത്ര എണ്ണേ ഉള്ളൂ? അതിൽ 160 ഹദീസേ മുഅല്ലഖായിട്ടുള്ളൂ. മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ മുസ്നദ് ചേർന്ന് പിന്നെ വരാത്തതായിട്ടുള്ളൂ. ഇത് ശരിക്കും എന്ത് ചെയ്യണം? ഈ വിഷയത്തിൽ മനസ്സിലായിട്ടുള്ളത് അങ്ങനല്ല. സഹീഹുൽ ബുഖാരിയിൽ മുസ്നദായ ഹദീസുകളുണ്ട്, മുഅല്ലഖും ഉണ്ട്. എത്ര ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ മുഅല്ലഖായിട്ടുള്ളത്? 1340 ഹദീസുകളാണ്. പക്ഷേ ഈ മുഅല്ലഖായ ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ ഈ ഇത്ര എണ്ണം ഉണ്ടെങ്കിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം ബുഖാരി മുഅല്ലഖായിട്ട് കൊടുത്തതൊക്കെ മറ്റ് ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. 160 എണ്ണം ഒഴിച്ച് 160 എണ്ണം എന്താണ്? അത് മുഅല്ലഖ് തന്നെയാണ്. അതിനെന്ത് ചെയ്യില്ല, മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലും സനദോട് കൂടി അത് വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഹദീസ് ഇമാം ബുഖാരിൻ്റെ തഅലീഖാത്തിൽ പെട്ടതാണിത്. പക്ഷേ ഇത് ഇമാം മുസ്ലിം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ സനദ് ചേർത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്തവരെന്ത് ചെയ്യും? ഇമാം ബുഖാരിൻ്റെ 1340 മുഅല്ലഖായ ഹദീസോ? മുഅല്ലഖായ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ സഹീഹ് എന്ന് പറയാൻ പറ്റില്ല. അതിലെന്തുണ്ട്? സഹീഹ് അല്ലാത്തതും ചിലതുണ്ട്. അപ്പോൾ ഇമാം ബുഖാരിൻ്റെ ഈ 1340 മുഅല്ലഖാണെങ്കിലും യഥാർത്ഥത്തിൽ ഇതര ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് മുസ്നദായിട്ട് വന്നിട്ടുണ്ട്. മുഅല്ലഖ് എന്ന് തീർത്ത് പറയാവുന്നത് ഈ 160 എണ്ണേ ഉള്ളൂ സഹീഹുൽ ബുഖാരിയിൽ. അങ്ങനത്തെ ഒരു പരന്ന പഠനത്തിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ അതിലാണ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം അബൂലഹബ് ഇങ്ങനെ വെള്ളം കുടിച്ചു എന്നൊക്കെ പറയണതൊക്കെ ഇമാം ബുഖാരിൻ്റെ തഅലീഖാണ്. അബൂലഹബിന് വെള്ളം ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞതൊക്കെ. പക്ഷെ അത് മുഅല്ലഖാണ്, പക്ഷെ അത് ദുർബലമാണ്. في حديث وعن عائشة رضي الله عنها قالت كان رسول الله صلى الله عليه وسلم يذكر الله على كل أحيانه رواه مسلم وعلقه البخاري. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.